നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി റാന്നിയിൽ ഭാഗികമായി വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. ഉന്നതതല യോഗത്തിൽ അഭിപ്രായ ഭിന്നത, വാദപ്രതിവാദം. ശബരിമല തീർത്ഥാടന അവലോകന യോഗങ്ങൾ പ്രഹസനമാണെന്ന് കുമ്മനം രാജശേഖരൻ. കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടണമെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്. നവംബർ 25 മുതൽ ദൃശ്യമാകുന്ന ഐസോൺ ആകാശവിസ്മയ നിരീക്ഷണത്തിന് റാന്നിയിൽ ക്രമീകരണങ്ങളായി. ശാസ്ത്രാധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി റാന്നി ടൗണിൽ ഭാഗിക വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായി. റാന്നിയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് വൺ വേ സംവിധാനം നിർദ്ദേശിച്ചത്. ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായി റാന്നി ടൗണിൽ ഭാഗിക വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ ധാരണയായി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഭാഗിക വൺ വേ ശുപാർശ ചെയ്തത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന റാന്നിക്കാർ ഗതാഗത നിയന്ത്രണങ്ങൾക്കുള്ള ശുപാർശയും വൺ വേയുടെ മാതൃകയുമായി എത്തി. യോഗം തുടങ്ങും മുൻപേ രൂക്ഷ വിമർശനമുണ്ടായി. അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അഭാവം ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ യോഗം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു. അന്ന് നിങ്ങളൊക്കെ വർത്തമാനം അറിയുന്ന ആദ്യം വരും, FLA ഉണ്ടാവും, തഹസിൽദാർ ഉണ്ടാവും, പിന്നെ വിടമ്പയുടെ AC ഉണ്ടാവും. നടക്കുന്ന അവർക്കല്ലേ, അവരാരും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഒരു യോഗം ഇപ്പോൾ ഇങ്ങനെ യോഗ പരിസരത കൂടിയതുകൊണ്ട് എന്താ വിജയമാണ്ടാകാൻ പറഞ്ഞു. ഇന്ന് കൂടി പിരിയുന്നു, കുറെ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് ഈ യോഗം സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. റാന്നി സർക്കിൾ ഇൻസ്പെക്ടർ ഉമേഷ് കുമാറുമായിട്ടായിരുന്നു വാഗ്വാദം. MLA പോലും പങ്കെടുക്കാത്ത യോഗ നിർദ്ദേശം എത്രമാത്രം നടപ്പാക്കാനാകുമെന്ന് അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ പിന്നീട് ആശങ്ക പ്രകടിപ്പിച്ചു. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ പങ്കെടുത്തില്ല എന്നുള്ള ഒരു ആശയമാണ് നിലനിൽക്കുന്നത്. കാരണം PWD AX ഇതിനകത്ത് നിർബന്ധമായിട്ടും വരേണ്ട ആളാണ്. അദ്ദേഹം വന്നിട്ടില്ല. അവർ RDO ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. RDO പങ്കെടുത്തിട്ടില്ല. തഹസിൽദാർ ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ താഴ്ന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് MLA പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് റെഗുലേഷൻ ട്രാഫിക്കിനെ കുറ്റവാളികളാക്കി നടത്തേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് എത്രമാത്രം വിജയിപ്പിക്കാൻ കഴിയുന്നതിനെ പറ്റി ആശങ്കയുണ്ട്. എങ്കിലും യോഗം തുടർന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ആമുഖമായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അവർക്ക് എന്തെങ്കിലും മെമ്മറാണ്, അവർക്ക് എന്തെങ്കിലും പറയുവാനുള്ളത് അവിടെ ആരെങ്കിലും ഒരു പ്രതിനിധി പറയുകയും അത് കഴിഞ്ഞ് അവർക്ക് റെഗുലേറ്ററി കമ്മിറ്റി കൂടുന്ന സമയത്ത് ഇരിക്കുന്നതിനുള്ള ഒരു നിയമപരമായ പ്രശ്നമുള്ളതുകൊണ്ട് അവർക്ക് പറയാനുള്ളത് പറയാൻ ആദ്യമെന്ന്. റാന്നി പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ലാൽ വി ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് ആൻഡ് നോ പാർക്കിംഗ് സംവിധാനവും വിശദീകരിച്ചു. മാമക്ക് പെട്രോൾ പമ്പ് മുതൽ ഇട്ടിയപ്പാറ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. അതാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിന് ഫ്രണ്ട് വരെ റൈറ്റ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. ഇട്ടിയപ്പാറ ബസ് ഇറങ്ങുന്ന ജംഗ്ഷൻ മുതൽ യുവറാണി ജംഗ്ഷൻ വരെ ഇരു സൈഡിലും പാർക്കിംഗ് അനുവദിക്കില്ല. മിനർവ ജംഗ്ഷൻ മുതൽ ചെത്തോങ്കര വരെ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യണം. നമുക്കത് വലിയ ഇത് വരുന്നില്ല, അത് വണ്ടി നോക്കോളും, അതിന് വലിയ നോക്കേണ്ട കാര്യം. ഇട്ടിയപ്പാറ ടൗൺ മുതൽ കോളേജ് റോഡിൽ ഓട്ടോ സ്റ്റാൻഡ് വരെ ഇരു സൈഡിലും പാർക്കിംഗ് ഇല്ല. തുടർന്ന് കമ്മിറ്റിയിലെത്തിയവർ പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. 5 മണിക്ക് നമുക്ക് നടക്കാൻ പോകുന്ന ആൾക്കാർക്കറിയാം. 5 മണിയാകുന്നതിന്റെ അവിടെ തിരുവല്ല ഭാഗത്ത് ജോലി ചെയ്യുന്ന HDFC ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ ഉദ്യോഗസ്ഥർ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് പോവുക. വൈകിട്ട് 8 മണിയാകുമ്പോൾ വന്ന വാഹനങ്ങൾ തിരികെ കൊണ്ടുപോകുക. 2 സൈഡിലും പാർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി പണിചെയ്യുന്ന ബൈപ്പാസ് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്
ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം. ഇല്ലാതെ അടുത്ത യോഗം ഉടൻ തന്നെ വിളിച്ചു കൂട്ടാനുള്ള തീരുമാനത്തോടെ വേണമെന്ന് ഇത് ആരംഭിക്കുന്നെങ്കിൽ ആരംഭിക്കാം. കാരണം ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. മാമുക്ക് മുതൽ അവരുടെ അഭിപ്രായം പറയും, വ്യാപാര വ്യവസായമുണ്ട്. അപ്പോൾ ഒന്ന് കൂടുക, അതൊരു കൂടി ന്യായമായ രീതിയിൽ കൂടി പിന്നെ ഇതിന് തീരുമാനം ഉടൻ നടപ്പാക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ മുതൽ അങ്ങനെ ഇപ്പോൾ ഒരു കെട്ടിടം പണിയുന്നുണ്ട്. അതിന്റെ അങ്ങനെ മൂല വരെ നെടുക 2 സൈഡും വണ്ടി പാർക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കോടികൾ മുടക്കി ഖജനാവിൽ മുടക്കി ഇങ്ങനെയൊക്കെ പണി വെച്ചുകൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തുമാണ് അതുകൊണ്ട് പ്രയോജനം? ഭാഗിക വൺവേയെ എതിർത്തും വൺവേ തന്നെ വേണ്ടെന്ന നിലപാടും യോഗത്തിലുണ്ടായി. ഗതാഗത നിയന്ത്രണത്തിലെ പാർക്കിംഗ് സൗകര്യം പ്രധാന പ്രശ്നമായി തന്നെ യോഗം ചർച്ച ചെയ്തു. കോളേജ് റോഡിലോട്ടുള്ള ഇപ്പോൾ പഞ്ചായത്തിന്റെ മണ്ണെടുത്ത സ്ഥലം, ആ 3 സ്ഥലത്തും അല്ലാതെ വേറെ പാർക്കിംഗ് കൊടുക്കാനായിട്ട് പഞ്ചായത്ത് സ്ഥലമില്ല, വേറെ സ്ഥലമില്ല. അതുകൊണ്ടാണ് ആ തീരുമാനം നമ്മൾ അന്ന് പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ആരെങ്കിലും ജനകീയ ബോഡികൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥലത്ത് പേ ആൻഡ് പാർക്ക് സംവിധാനം പോലെ പൈസ വാങ്ങിച്ചുകൊണ്ട് ഇടുന്ന സംവിധാനം ഉണ്ടാക്കാനുള്ളൂ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. പുതിയ നിർദ്ദേശങ്ങളുടെ ഏകോപനങ്ങൾക്ക് സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് യോഗം പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, റാന്നി. ശബരിമല തീർത്ഥാടന അവലോകന യോഗങ്ങൾ പ്രഹസനമായി മാറുകയാണെന്ന് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം. ശബരിമല തീർത്ഥാടന അവലോകന യോഗങ്ങൾ പ്രഹസനമായി മാറുകയാണെന്ന് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾക്കൊന്നും ദീർഘവീക്ഷണമില്ല, എല്ലാറ്റിലും അശാസ്ത്രീയ സമീപനമാണെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. എല്ലാം നടപ്പിലാക്കും എന്ന് പറയും, എന്നിട്ട് അവലോകന യോഗത്തിൽ പറയും ഈ വർഷം ബുദ്ധിമുട്ടാണ്, നമുക്ക് അടുത്ത വർഷം ചെയ്യാം. അങ്ങനെ എല്ലാം അടുത്ത വർഷത്തേക്കാണ്. ശബരിമലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്തായി? 5 കോടി രൂപ ചെലവഴിച്ച് കല്ലിട്ടല്ലോ, ഈ വർഷവും ഇല്ല. പിന്നെ ഏത് വർഷമാണ് ഇനി അടുത്ത വർഷമാണ്. ഇങ്ങനെ ഓരോ പദ്ധതികളും ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ അശാസ്ത്രീയമായ നടപ്പിലാക്കുന്ന രീതി കൊണ്ടും ഒക്കെ ഒന്നുകിൽ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നീണ്ടു പോവുകയാണ്. ഭക്തജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല. കണമല പാലം, എത്ര നാളായിട്ട് കേൾക്കുന്ന കണമല പാലത്തിന്റെ പേര്. ആ പാലം ഒന്ന് പണിതിട്ട് കഴിഞ്ഞാൽ വാസ്തവത്തിൽ എത്രയോ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതിലുള്ള തിക്കും തിരക്കും ഒക്കെ എത്രയോ കാര്യമായി റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദേവസ്വം ബോർഡും വനവകുപ്പും തമ്മിലുള്ള കിടമത്സരങ്ങളിൽപ്പെട്ട് പല വികസന പ്രവർത്തനങ്ങളും ഫലം കാണാതെ പോവുകയാണ്. ദേവസ്വം വകുപ്പും വനം വകുപ്പും തമ്മിൽ ഇത്തരത്തിൽ ഉള്ള അസ്വാരസ്യവും കിടമത്സരവും ഏറ്റുമുട്ടലുകളും സംഭവിക്കുമ്പോൾ എല്ലാ വികസന പദ്ധതികളും അവിടെ സ്തംഭിക്കുകയാണ്. ഇപ്പൊ തന്നെ അന്നദാനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം അന്നദാനം കഴിഞ്ഞ സീസൺ കാലത്ത് എഗ്രിമെന്റ് വെച്ചതാണ്. 300 കോടിയിൽ പരം രൂപയുടെ വരുമാനം ശബരിമലയ്ക്കുണ്ട്. എന്നാൽ ശബരിമല വനത്തിനുള്ളിൽ പാർക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതായും കുമ്മനം ആരോപിച്ചു. ഇതുപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ വനത്തിൽ കഴിയുന്ന ഈ വനവാസി സഹോദരങ്ങൾ. ആ വനവാസി സഹോദരങ്ങൾ കഷ്ടപ്പെടുകയാണ്. ശബരിയുടെ മക്കളാണ്, ഈ തലമുറയിൽപ്പെട്ടവരാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ വീട്, ആഹാരം, തൊഴിൽ, ഈ തുടങ്ങിയിട്ടുള്ള അവിടെയും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് 300 കോടിയിൽ പരം രൂപ ശബരിമല ക്ഷേത്രത്തിൽ വരുമാനമുണ്ട്. ആ വരുമാനം ഈ പാവപ്പെട്ട ഈ നിർധനരായ ഈ വനവാസി സഹോദരങ്ങളുടെ കൺമുമ്പിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ശബരിമലയുടെ സുരക്ഷയാണ് മറ്റൊരു പ്രതിസന്ധി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ശബരിമലയിൽ ഫലം കാണാറേയില്ല. പുല്ലുമേട്ടിൽ 101 പേർ മരണപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കുമ്മനം രാജശേഖരന്റെ വിമർശനം. 102 അയ്യപ്പന്മാർ പുൽമേടിൽ മരിച്ച സന്ദർഭത്തിൽ, തള്ളലിൽപ്പെട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ അവിടെ കേന്ദ്ര സേനയുണ്ടായിരുന്നു, കേന്ദ്രത്തിന്റെ സേനയുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ നന്നായിട്ട് അറിയാവുന്ന പരിശീലനം നേടിയ ദ്രുതകർമ്മ സേനയായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ആ നിമിഷ നേരം കൊണ്ട് അവിടെ വരാൻ പറ്റിയില്ല? വരാൻ പറ്റാത്തതിന്റെ കാരണം സുരക്ഷ സംബന്ധിച്ച യാതൊരു ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നവംബർ 25 മുതൽ ദൃശ്യമാകുന്ന ഐസോൺ ആകാശ വിസ്മയം കാണാൻ റാന്നിയിൽ വിപുലമായ ക്രമീകരണങ്ങളായി. റാന്നിയിൽ ശാസ്ത്രാധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി. ആകാശത്ത് മറ്റൊരു വിസ്മയമായി
നവംബർ 25 മുതൽ 4 ദിവസങ്ങളിലായി ഐസോൺ എന്ന വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടും. ഐസോൺ നിരീക്ഷണത്തിന് റാന്നിയിൽ ക്രമീകരണം പൂർത്തിയായി. ഇതിനു മുന്നോടിയായി ഉപജില്ലയിലെ ശാസ്ത്രാധ്യാപകർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു. റാന്നി BRCയിൽ വെച്ച് നടന്ന ശില്പശാലയിൽ റാന്നി വിദ്യാഭ്യാസ ഉപജില്ലയിലെ UP-HS വിഭാഗങ്ങളിലെ 36 ശാസ്ത്രാധ്യാപകർ പങ്കെടുത്തു. അധ്യാപിക പ്രേമകുമാരിയാണ് ശാസ്ത്രാധ്യാപകരെ ആകാശവിസ്മയം കാണാൻ ക്ഷണിച്ചത്. കുറച്ച് പ്രതലമില്ലാത്ത ഒരു മാധവ ഗോളം എന്നതാണ് ജാഡത്തിന്റെ പ്രത്യേകത. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസം 9.9 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണെങ്കിൽ ജാഡത്തിന്റെ ദിവസം 9 മണിക്കൂർ 9.9 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ 9 മിനിറ്റ് ആയിരിക്കും സാധാരണയായിട്ട് അല്ലെ ഏറ്റവും കുറഞ്ഞ ദൈർഘ്യമുള്ളത്. എതിർദിശകളിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് കാരണം വർണ്ണവാലികൾ ദൃശ്യമാണ്. വ്യാഴത്തിൽ നോക്കുമ്പോൾ അത് ഒരുപാട് നിറങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ കാണാം. ആ വർണ്ണവാലികൾ ഗോളത്തിൽ ചുറ്റുന്ന വർണ്ണവലയങ്ങൾ പോലെ കാണാൻ കാരണം എതിർദിശകളിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റാണ്. അപ്പോൾ വാതകം നിറഞ്ഞ ഗോളമാകുമ്പോൾ വാതകങ്ങളുടെ പ്രവാഹം ഉണ്ടാകുന്നു. അതിൻ്റെതായിട്ടുള്ള വർണ്ണവ്യക്തികളായിട്ട് നാം ധരിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല കുട്ടികളെ പോലെ പ്രേമകുമാരി ടീച്ചറുടെ ക്ലാസ്സിൽ അധ്യാപകരിരുന്നു. ധൂമകേതുക്കളുടെ ഉൽപ്പത്തിയും സഞ്ചാരവും എന്നതിനെ അധികരിച്ചാണ് ക്ലാസ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഐസോൺ എന്ന് പറയുന്ന വാൽനക്ഷത്രം ഈ നവംബർ 25-ാം തീയതി തൊട്ട് ആകാശത്ത് കാണപ്പെടും. ഈ കാണുന്ന അപൂർവമായ ഈ കാഴ്ച കുട്ടികൾക്ക് കാണാനുള്ളൊരു സൗകര്യം ഒരുക്കാൻ ഉദ്ദേശിച്ചതോടുകൂടി ഡയറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് നൽകുന്ന ഒരു പരിശീലന പരിപാടിയാണ് ധൂമകേതു നിരീക്ഷണവും അവയെപ്പറ്റിയുള്ള പഠനവും. ഇതിൻ്റെ ഭാഗമായിട്ട് ധൂമകേതുക്കൾ എന്നാൽ എന്താണ്, സൗരയൂഥത്തിലെ അംഗമായ ധൂമകേതുവിനെ പറ്റിയുള്ള മിഥ്യാധാരണകളൊക്കെ മാറ്റുകയും ഈ ധൂമകേതു എന്ന് പറയുന്ന ഇത് എവിടെ നിന്നുണ്ടാകുന്നു, കുയിപ്പർ ബെൽറ്റ്, ഊർട്ടമേഘം ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ് ധൂമകേതുക്കൾ ഉണ്ടാകുന്നത്. ആ ധൂമകേതുക്കളുടെ ഉൽപ്പത്തിയും അവയുടെ സഞ്ചാര പദവും ഇതിനെപ്പറ്റിയുള്ളൊരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഇവ സംബന്ധിച്ച് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ ശില്പശാല ക്ലാസ്സിന് പുറത്താക്കി നിർത്തി. അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാക്കുക. ഇത് സംബന്ധിച്ചുള്ള കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്. ഗ്രഹണം, ധൂമകേതുക്കൾ ഇതൊക്കെ മനുഷ്യന് അപകടകരമായ കാര്യങ്ങളാണെന്നുള്ളൊരു വിശ്വാസം പണ്ട് കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ആ ചിന്ത മാറ്റാനും ധൂമകേതുക്കളെ പറ്റി ഉള്ള പഠനം അല്ലെങ്കിൽ അവയെപ്പറ്റി ആഴത്തിൽ പഠിക്കാനും കൂടുതൽ വിവരങ്ങൾ സ്വായത്തമാക്കാനും കുട്ടികളെ ശാസ്ത്രാഭിരുചിയുള്ളവരാക്കുവാനും വേണ്ടിയുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഇത് ഉദ്ദേശിച്ചത്. ഭൂമിയുടെ ഭ്രമണപഥം കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും പ്രേമകുമാരി ടീച്ചർ അധ്യാപകരോട് വിശദീകരിച്ച് നൽകി. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണം എന്തുകൊണ്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ഒരു ധ്രുവപ്രദേശത്തിൽ 6 മാസം പിന്നെ പകലാണ്, 6 മാസം രാത്രിയാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും അതിൻ്റെ ഭ്രമണവും തമ്മിലുള്ള ബന്ധം കൊണ്ട് സൂര്യനെ 6 മാസം ഒരു ധ്രുവത്തിൽ, ഉത്തരധ്രുവത്തിൽ 6 മാസം പകലാണെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ 6 മാസം രാത്രിയായിരിക്കും. എങ്ങനെയാണ് ഇത് ക്ലാസ്സിൽ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഒരു ലഘു പരീക്ഷണമാണ് ഇവിടെ. പരിശീലനം നേടിയ അധ്യാപകർ ഇവ നവംബർ 25 മുതൽ വിദ്യാർത്ഥികളോട് സംവദിക്കും. രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താകും ഐസോൺ എന്ന വാൽ നക്ഷത്രം ആകാശത്ത് ദൃശ്യമാകുക. ദൂരദർശിനിയുടെ സഹായത്തോടെയാകും നിരീക്ഷണം. തുടർന്ന് നട്ടുച്ചയിലെ സമയകൃത്യതയും ശില്പശാലയുടെ ഭാഗമായി പരീക്ഷണ നിരീക്ഷണ വിധേയമാക്കി. 12 മണിയല്ല നട്ടുച്ച. നട്ടുച്ച 12:20 മുതൽ 12:22 വരെയാണ് ഉണ്ടാകുന്നത്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്നതിനാലാണ് ഈ മാറ്റം എന്നുള്ളതാണ് കാഴ്ച. അപ്പോൾ സൂര്യൻ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഭൂമധ്യരേഖയുടെ അടുത്തൊരു സ്ഥലമില്ല. അപ്പോൾ എന്നും നമ്മുടെ തലയ്ക്ക് നേരെയല്ല, സൂര്യൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ എന്നൊക്കെയാണ് സൂര്യൻ ഭൂമിക്ക് നേരെ മുകളിൽ വരുന്നത്, നമ്മുടെ പ്രദേശത്തിന് നേരെ മുകളിൽ വരുന്നത് കണ്ടെത്താൻ ഈ പരീക്ഷണം. അപ്പോൾ ഇതിനകത്തൂടെ സൂര്യപ്രകാശം വരികയും താഴെ ഒരു മോതിരവലയം മാത്രം കാണുകയും ചെയ്യുന്നത് സൂര്യൻ നേരെ ലംബമായിട്ട് ഈ പ്രദേശത്തിന് ലംബമായിട്ട് 90 ഡിഗ്രിയിലാണെന്ന് സൂര്യൻ്റെ സ്ഥാനം. അധ്യാപകരായ ജയചന്ദ്രൻ, മോൾസി എന്നിവരാണ് വാനനിരീക്ഷണത്തിന് റാന്നിയിൽ നേതൃത്വം നൽകിയത്. അപ്പം ഇതിൻ്റെ തെക്കൻ ധ്രുവത്തിലാണ് ഇപ്പം പ്രകാശം. അപ്പോൾ അത് 6 മാസം ഇവിടുന്ന് നമ്മൾ തുടങ്ങി സെപ്റ്റംബർ 23 തൊട്ട് ഇവിടെ തെക്കൻ ധ്രുവത്തിലാണല്ലോ പ്രകാശം. അവിടുന്ന് 6 മാസം ഇവിടുന്ന് ഇവിടം വരെ 6 മാസമാണ്. അപ്പോൾ ഇവിടെ ഡിസംബർ 24 ഇവിടെ ഫുള്ള് പ്രകാശമായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത്രയും വരെ ഈ തെക്കൻ ധ്രുവത്തിൽ മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ 6 മാസം ഇവിടെ പകലായിരിക്കും. ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പല കുട്ടികളും
A+ നേടിയ നല്ല മാർക്കുള്ള പല കുട്ടികളും പോകുന്നത് 2 മേഖലകളിലോട്ടാണ് പോകുന്നത്. ഒന്ന് മെഡിക്കൽ അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിങ്. പക്ഷേ അത് പലപ്പോഴും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുണ്ടാകാനായിട്ട് കുട്ടികളെ കിട്ടുന്നില്ല, ബുദ്ധിമാന്മാരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ പ്രവർത്തനം. ഇനി വിസ്മയം കാണാനുള്ള കാത്തിരിപ്പാണ്. നവംബർ 25 മുതൽ ഐസോൺ ആകാശത്ത് വിസ്മയമാകും. കാത്തിരുന്ന് കാണാം. പുനൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങി വരാം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് BSNL വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. തീർത്ഥാടക റൂട്ടിൽ 3G സംവിധാനം ഒരുക്കിയതായി ജനറൽ മാനേജർ അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ മൊബൈൽ കവറേജ് ലഭ്യമാക്കുവാൻ വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി BSNL ജനറൽ മാനേജർ സാജു ജോർജ് അറിയിച്ചു. റാന്നി വടശ്ശേരിക്കര പമ്പ, പത്തനംതിട്ട വടശ്ശേരിക്കര പമ്പ, ചിറ്റാർ അച്ചൻകോവിൽ പമ്പ, അത്തിക്കയം പെരുന്നാട് പമ്പ, കാഞ്ഞിരപ്പള്ളി എരുമേലി പമ്പ തുടങ്ങിയ എല്ലാ റൂട്ടുകളിലും കവറേജ് ലഭ്യമാക്കും. മൊബൈൽ കവറേജിന്റെ കാര്യത്തിൽ ശബരിമല പല റൂട്ടുകൾ നമുക്ക് ശബരിമല സൈഡിലോട്ടുണ്ട്. ഇതിൽ എല്ലാ റൂട്ടിലും പരമാവധി മൊബൈൽ കവറേജ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കുറച്ച് അഡീഷണൽ കൂടുതൽ സൈറ്റുകൾ ആ ഏരിയയിൽ കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റാന്നി വടശ്ശേരിക്കര പമ്പ റൂട്ട്, അതുപോലെ പത്തനംതിട്ട വടശ്ശേരിക്കര പമ്പ റൂട്ട്, ചിറ്റാർ അച്ചൻകോവിൽ പമ്പ റൂട്ട്, അത്തിക്കയം പെരുന്നാട് പമ്പ റൂട്ട്, അതുപോലെ കാഞ്ഞിരപ്പള്ളി കോട്ടയം സൈഡിൽ നിന്ന്
കാഞ്ഞിരപ്പള്ളി എരുമേലി ഈ എല്ലാ റൂട്ടിലും മൊബൈൽ കവറേജ് നമ്മൾ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഹൈസ്പീഡ് ഇന്റർനെറ്റ് സംവിധാനവും 3G സൗകര്യവും ലഭ്യമാക്കുവാൻ വിപുലമായ ക്രമീകരണങ്ങളായി. റാന്നി, പുല്ലാട്, മല്ലപ്പള്ളി, ചിറ്റാർ തുടങ്ങിയ ശബരിമല റൂട്ടിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും 3G സംവിധാനമൊരുക്കും. പമ്പയിലും സന്നിധാനത്തും തീർത്ഥാടകർക്ക് BSNL 24 മണിക്കൂറും സേവനം ഉറപ്പാക്കും. തീർത്ഥാടന കാലത്ത് വെച്ചൂച്ചിറ, ലാഹ തുടങ്ങിയ സ്ഥലങ്ങളിൽ BSNL ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുവാൻ സൗകര്യമൊരുക്കുമെന്നും ജനറൽ മാനേജർ അറിയിച്ചു. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ശബരിമല തീർത്ഥാടന കാലത്തെ BSNL ക്രമീകരണം വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടണമെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. റാന്നി GLP സ്കൂളിൽ വെച്ച് നടന്ന ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്നത് പരിശോധിക്കപ്പെടണമെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. ബാലവേലയുൾപ്പെടെ കുട്ടികളുടെ രാജ്യത്ത് ചൂഷണം ചെയ്യപ്പെടുന്നത് ഭരണ നേതൃത്വം ഗൗരവമായി കണ്ട് കർശന നടപടി സ്വീകരിക്കണമെന്നും മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടു. പണ്ട് ചാച്ചാജിക്ക് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെ വരും തലമുറയുടെ ഭാവിയെക്കുറിച്ച് നല്ല നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആ പ്രതീക്ഷകളൊക്കെ എത്രത്തോളം സഫലമായി എന്ന് നാം ഗഹനമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഈ ശിശുദിനം പകർന്നു നൽകുന്ന വലിയ സന്ദേശം ഭാവിയിലെ വരും തലമുറയാണ്. രാജ്യത്തെ പുതിയ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ആ ഒരു വലിയ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കാൻ, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജോലിക്കുള്ള അവകാശം, സമൂഹത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്നതിനെതിരെ ശക്തിയുക്തം നിൽക്കുവാൻ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നിങ്ങൾക്കൊപ്പം പിന്തുണയുമായിട്ടുണ്ട്. റാന്നി ലീഗൽ സർവീസ് സൊസൈറ്റി, റാന്നി ബാർ അസോസിയേഷൻ, റാന്നി GLP സ്കൂൾ PTA എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. PTA പ്രസിഡന്റ് ആലിച്ചൻ ഫിലിപ്പോസ് അധ്യക്ഷത വഹിച്ചു. ലീഗൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചൂച്ചിറ, സെക്രട്ടറി അഡ്വക്കേറ്റ് ലളിതാമണി, പഞ്ചായത്ത് അംഗം VK സുമ എന്നിവർ ശിശുദിന സന്ദേശം നൽകി. വർണ്ണാഭമായ ഘോഷയാത്ര നടത്തിയാണ് കുട്ടികൾ ശിശുദിനാഘോഷം ശ്രദ്ധേയമാക്കിയത്. അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി. പത്തനംതിട്ട മേരിമാത സീനിയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. നടി വീണ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട മേരിമാത സീനിയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷങ്ങളുടെ ഭാഗമായി നടി വീണ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു.
ഞാൻ ഒരുപാട് സ്കൂളിലെ ഫംഗ്ഷന് പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്ന കുട്ടികൾ, അതിൽ സ്പെഷ്യൽ ക്ലാസ് ഇവിടുത്തെ കുട്ടികളുടെ നോക്കുന്ന ടീച്ചേഴ്സിനും അവരുടെ പേരൻസിനും പ്രിൻസിപ്പളിനും എല്ലാവർക്കും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വൈകിയതിന് ഇതിൻ്റെ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. ഞാൻ 12 ഈ സ്കൂളിൽ കയറി 12 വരെ പോയിട്ട് തിരിച്ച് പത്തനംതിട്ട വന്നിട്ട് വരികയാണ്. അതുകൊണ്ടാണ് വൈകിയത്. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരു ഫംഗ്ഷനിൽ എന്നെ വിളിച്ചത് റോയ് ചേട്ടനാണ് വിളിച്ചത്. ഒരുപാട് സന്തോഷം ഇവിടെ എത്താൻ പറ്റിയതിന്. അത് ഇങ്ങനെയുള്ള ദിവസം ശിശുദിനത്തിന് അന്ന് തന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും നല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു. PTA പ്രസിഡന്റ് റോയി മാത്യു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിനയ ശിശുദിന സന്ദേശം നൽകി. അധ്യാപികമാരായ അമ്പിളി ശ്യാംകുമാർ, റോസ്മേരി എന്നിവർ നേതൃത്വം നൽകി. വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് മേരിമാത സീനിയർ സെക്കൻഡറി സ്കൂൾ ശിശുദിനം ശ്രദ്ധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്യ. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്യ. ഫോൺ 04735251024. മൊബൈൽ 9961 553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രാഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052 96660. വാർത്തകൾ തുടരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് റാന്നിയിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി. BRCയിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ 50ഓളം രക്ഷിതാക്കളെത്തി. പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് റാന്നിയിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി. SSA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിൻ്റെ അനിവാര്യത യോഗം ചർച്ച ചെയ്തു. റാന്നി BRCയിലെ ഓട്ടിസം തെറാപ്പി സെന്ററിന്റെ പ്രവർത്തനത്തിന് SSA ഫണ്ട് ലഭിക്കുന്നില്ലെന്ന പരാതിയും യോഗത്തിലുണ്ടായി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമറമ്പിൽ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് നിങ്ങളുടെ കുട്ടിക്കുണ്ടായിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് എത്രയോ മാറ്റം വന്നിരുന്നു.
അപ്പോൾ ഇനിയും എത്രയോ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മളെ അല്പം ത്യാഗം അനുഭവിക്കുന്നത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ക്രമീകരിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം നിറവേറ്റുക. ഇവരെ കൂടി നമ്മുടെ ഈ വിഭാഗം പ്രത്യേക പരിഗണന അറിയിക്കുന്ന സവിശേഷതകളുള്ള ഈ കുട്ടികളെ കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് നമ്മളോടൊപ്പമുണ്ട്. അതിനാ ഗവൺമെൻറ് BRC തലത്തിൽ ആർട്ടിമാരെ നിയോഗിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്കുള്ള ആവശ്യങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ട് ശേഖരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും റിപ്പോർട്ടിന് നടത്തുകയും ചെയ്യും. പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാൽകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഇവർക്ക് പലതരം നമുക്കറിയാം വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള പല ടെസ്റ്റുകളൊക്കെ നടത്തി കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പഠനം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണോ അത് കൊടുക്കാൻ നമുക്കറിയുന്ന ഗവൺമെൻറ്റിലായ നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകൾ, അതുപോലെ തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് വേണ്ടിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ BRC നല്ല രീതിയിൽ മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. പഴവങ്ങാടി കരയിലുള്ള നമ്മുടെ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന BRC. അപ്പോൾ ഈ BRCക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന അധ്യാപകർ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കൈത്താങ്ങലുകൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനു മുന്നും പലതരത്തിലുള്ള ഇവർക്ക് വേണ്ടുന്ന എല്ലാ തരം ശുശ്രൂഷകളും നമുക്കറിയാം. അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇന്ന് ഇപ്രകാരം ഈ ഏകദിന ശില്പശാല നടത്തിയിരിക്കുന്നത്. അങ്ങാടി പഞ്ചായത്തിൽ ഒരു നജീന എന്നിവിടെ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ട്. ഞാൻ ഓർക്കും വളരെ സന്തോഷത്തോടെ മറ്റ് വൈകല്യം ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങളെക്കാൾ അധികം ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച് കരുതി തലോടി പലപ്പോഴും ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കരുതലും ഞങ്ങളുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെടാറുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിന്ന് പഴയതിലൊക്കെ ഒത്തിരി പുഷ്ടി പ്രാപിക്കുവാൻ, അറിവിൻ്റെ വെളിച്ചം ആ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആ മാതാപിതാക്കളുടെ കഠിന പ്രയത്നത്തിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കിഴക്കേവിള, പഞ്ചായത്ത് അംഗം അജു വളഞ്ഞന്തുരുത്തിയിൽ എന്നിവർ മുഖ്യ സന്ദേശം നൽകി. അപ്പോൾ ഏതൊക്കെ വിധത്തിൽ അവരുടെ കഴിവുകളെ നമുക്ക് പരിപോഷിപ്പിക്കുവാൻ നാം സാധാരണ കുട്ടികളെ സഹായിക്കുന്നു, അതേ രീതിയിൽ തന്നെ ഈ ശാരീരികവും മാനസികവുമായി അവശതകളുള്ള കുട്ടികളെ അവരുടെ കാര്യങ്ങളിലും അതേ പരിഗണന നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ പരിപൂർണമായ പിന്തുണകളൊന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ വെളിപ്പാടകലെ ഇന്ന് നമ്മുടെ ചുറ്റും ഇതുപോലുള്ള സാധനം വന്നതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നോക്കേണ്ട കടമ നമുക്കാണ് എന്നുള്ള അനുസരിച്ചുകൊണ്ടാണ് ആ വിദ്യാർത്ഥിനികളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ടും അവരുടെ കഴിവുകൾ ഏത് തരത്തിലുള്ളതാണ് എങ്കിൽ പോലും ആ തരത്തിൽ പരിപോഷിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവരാനും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് BRC ട്രെയിനർമാരായ R രാജേഷ്, പ്രിൻസി, S സൗമ്യ, M രേഖ, സുബിത പത്മൻ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ റാന്നി. പത്തനംതിട്ട കാതോലിക് കോളേജിലെ 150ഓളം വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി മാതൃക കാട്ടി. കോളേജിലെ NSS ടീമാണ് രക്തദാനത്തിന് സൗകര്യമൊരുക്കിയത്. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ NSS, രക്തദാന സേന എന്നിവർ സംയുക്തമായി രക്തദാനം നടത്തി. കോളേജിലെ 150ഓളം വിദ്യാർത്ഥികൾ രക്തദാനത്തിന് സന്നദ്ധരായി പേര് രജിസ്റ്റർ ചെയ്തു. ജില്ലാതല ബ്ലഡ് ബാങ്ക് ടീമാണ് രക്തപരിശോധന നടത്തി രക്തശേഖരണം നടത്തിയത്. ഡോക്ടർ സ്നേഹ ജോർജ്, ഡോക്ടർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ MS സുനിൽ ആദ്യ രക്തദാനം നടത്തി. കോളേജിലെ വിദ്യാർത്ഥിനികളാണ് കൂടുതലായി രക്തദാനത്തിനെത്തിയത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ രക്തദാനം തുടർന്നു. പ്രിൻസിപ്പാളിന്റെ ചുമതലയുള്ള ഡോക്ടർ മാത്യൂസ് ജോസഫ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി റാന്നിയിൽ ഭാഗികമായി വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. ഉന്നതതല യോഗത്തിൽ അഭിപ്രായ ഭിന്നത, വാദപ്രതിവാദം.
ശബരിമല തീർത്ഥാടന അവലോകന യോഗങ്ങൾ പ്രഹസനമാണെന്ന് കുമ്മനം രാജശേഖരൻ. കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടണമെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്. നവംബർ 25 മുതൽ ദൃശ്യമാകുന്ന ഐസോൺ ആകാശവിസ്മയ നിരീക്ഷണത്തിന് റാന്നിയിൽ ക്രമീകരണങ്ങളായി. ശാസ്ത്രാധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.